2018 സംഭവിച്ച മഹാമാരിയിൽ കേരളത്തെ താങ്ങി നിർത്താൻ ഒരു ലീഡർ, ഒരു നേതാവ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഓരോ കേരള ജനതയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് എ ഡിഫറൻസ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചതുകൊണ്ടോ, നിങ്ങൾ അമ്മായിയച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ടോ, നിങ്ങൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇത്രയും വലിയൊരു മഹാമാരി വന്ന് കേരളത്തെ പിടിച്ചൊലയ്ക്കുമ്പോഴും ഒരുപാട് ജനങ്ങൾ ശ്വാസം മുട്ടി മണ്ണിനടിയിലും മരിച്ചു കിടക്കുമ്പോഴും നിങ്ങൾ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത് വെച്ച ഓരോ പ്രോഗ്രാമും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ലേ? അവിടെയാണ് പ്രശ്നം. ശരിയാണ്, ഇതൊക്കെ നിങ്ങൾ മുന്നേ ചാർട്ട് ചെയ്ത പ്രോഗ്രാംസ് ആണ്. പക്ഷേ നിങ്ങൾ ഭരിക്കുന്ന കേരളത്തില് ജനങ്ങള് മണ്ണിനടിയിൽ പെട്ട് പ്രാണന് വേണ്ടി പിടയുമ്പോ ഒന്നും മാറ്റിവെക്കാൻ പറ്റാത്ത വണ്ണമുള്ള എന്ത് പ്രോഗ്രാമാണ് നിങ്ങൾ അന്ന് ചെയ്തത്? ന്യൂമോണിയ ബാധിച്ച് വാർഡിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന നിങ്ങളുടെ അമ്മായിയച്ഛനെ കാണാൻ ഹെലികോപ്റ്റർ എടുത്ത് ഫ്രൂട്ട്സ് വാങ്ങി പറക്കുമ്പോ നിങ്ങൾക്കറിയാമായിരുന്നു കേരളത്തിൽ ഇങ്ങനൊരു മഹാമാരി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഫോണിലൂടെ കൺട്രോൾ ചെയ്തു. അതിനുശേഷം ഒരു കഫേ ഉദ്ഘാടനം ചെയ്തു, ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങൾ ഒരു ഭക്ഷണ സൽക്കാരത്തിനായിട്ട് ഇരുന്നു കൊടുത്തത്. ഇതൊന്നും തെറ്റല്ല CM, ഇതൊന്നും തെറ്റല്ല. പക്ഷേ നിങ്ങൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്ത സന്ദർഭം, അതാണ് പ്രശ്നം. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്ഥിരം മെഴുകൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കേരളം മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ എത്രയെന്ന് വെച്ചിട്ടാണ് ഇതുപോലെ കള്ളങ്ങൾ മാത്രം വെച്ച് ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾ പരിഹാസത്തോടെ പറഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞിരുന്നില്ല 2018-ലും 2019-ലും ദുരന്ത സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പട്ടിണി കിടന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നൊരിക്കലും പിണറായി വിജയൻ ഞാൻ മുൻകൂട്ടി ചാർട്ട് ചെയ്ത പരിപാടികൾ എനിക്കുണ്ട് എന്ന് കരുതി ഉദ്ഘാടനത്തിന് പോവുകയോ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് സൽക്കാരത്തിന് ഇരുന്ന് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ദുരന്തം സംഭവിച്ച ഓരോ മൂലയ്ക്കും ഓരോ ക്യാമ്പിലും വേണ്ടത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സകലമാന പരിപാടികളും അന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന നഗ്ന സത്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഒരു ക്യാമ്പിലെ അമ്മച്ചിയോട് ഒരു ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പല ക്യാമ്പുകളിലും ഇപ്പോഴും മരുന്നുകൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല, ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്നില്ല, വെള്ളം കൃത്യസമയത്ത് കിട്ടുന്നില്ല. അതിനുശേഷം പുറത്തു വന്ന ആ വീഡിയോ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ചോറ് തിന്നുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് സാർ. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന താങ്കളെ പോലെ ഒരാള് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് വിളിച്ചു പറയുമ്പോൾ ലേശം ഉളുപ്പാകാം എന്ന് മാത്രമേ ഇവിടെ പറയാൻ പറ്റൂ. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്, മുൻ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് താങ്കൾ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? എന്തുകൊണ്ട് താങ്കളെ കൊണ്ട് ഇത് പറ്റുന്നില്ല? മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു കൂട്ടം ജനങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ട് താങ്കളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല? അല്ല, പത്രസമ്മേളനത്തിൽ വന്നു നിന്നിട്ട് നിങ്ങൾ എന്തൊക്കെ വിളിച്ചു പറയുന്നത്? നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ടേ? ഈ കാര്യങ്ങളിലൊക്കെ ചുമതലയേക്കേണ്ടതും ഈ കാര്യങ്ങളിലൊക്കെ ആളുകൾ വിമർശിക്കുന്നതും മുഖ്യമന്ത്രി ആയിരിക്കും. അല്ല, നിങ്ങളാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ. അപ്പൊ നിങ്ങളെ അല്ലാതെ വേറെ ആരെയാണ് പഴിചാരേണ്ടത്? നിങ്ങളെ അല്ലാതെ വേറെ ആരെയാണ് കേരളം ഉറ്റുനോക്കേണ്ടത്? അത് നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് അറിയില്ല? ഇതിനൊന്നും അത്ര നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന കാര്യമേ അല്ല. കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഭരണം. പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നത് പിന്നൊരിക്കലും നിങ്ങൾ മാറ്റി പറയും. എന്നാൽ നിങ്ങളത് ചിന്തിക്കണ്ടേ? ഇതൊക്കെ റെക്കോർഡഡ് അല്ലേ? ഇതൊക്കെ എത്രയോ കാലം സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അവിടെ നിങ്ങൾ വന്നിരുന്ന് ഒരു കാര്യം പറയുക, പിന്നീട് ഒരിക്കലും അത് മാറ്റി പറയുക, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പച്ചയായിട്ട് പറയുക, ഇതൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വിശദീകരിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഹെലികോപ്റ്ററുമായിട്ട് പോയത് ഒരു ഒഫീഷ്യൽ മീറ്റിംഗിനാണ്. ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ആണത്. അവിടെ എന്നെ കാത്തിരിക്കുന്നവർക്ക് ഇത്ര മണിക്കുള്ളിൽ ഡൽഹിയിലേക്ക് പോകണം, അതിനു മുന്നേ ഞാൻ പറഞ്ഞ് അവിടെ എത്തണം. തമിഴ്നാട് മുഖ്യമന്ത്രി വരെ കണ്ട ആളുകളാണ്. ഞാൻ കണ്ടില്ലെങ്കിൽ അത് മോശമാണ്. പക്ഷെ തമിഴ്നാട് മുഖ്യമന്ത്രി ഒരിക്കലും നിങ്ങൾ പോവല്ലേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പൊടിച്ച് പോയി കണ്ടതല്ല. കേരളത്തിന് പോലും മാനക്കേടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോ അങ്ങനെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നു എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് ആരാണ് എന്നുള്ളൊരു ഉത്തരം കൊടുക്കാത്തത്? ഇതിപ്പോ താങ്കൾ ആയതുകൊണ്ട് പറയാണ്, നാളെ ഒരു ദിവസം ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം വന്നാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ അങ്ങ് തട്ടിവിടുന്നതല്ലേ എന്ന് നിങ്ങൾ പറയും. അവസാനമായിട്ട് മുഖ്യമന്ത്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പാവപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ വന്നിരുന്ന് വായിക്കുന്നുണ്ടല്ലോ, ഇന്നേക്ക് സ്ഥിരീകരിച്ചത് 8 മരണം 7 മരണം 11 മരണം എന്നൊക്കെ. അവർക്കൊക്കെ മരണത്തിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ട്, ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഭരണാധികാരി ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളെ സംരക്ഷിക്കും. പക്ഷെ നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ല. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, 2018 സംഭവിച്ച പ്രളയം കേരളത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. അതിനെ വളരെ നീറ്റായി കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കേരളത്തെ വീണ്ടും അത് മറികടന്ന് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് ആ കേരളം ഭരിച്ചിരുന്ന അന്നത്തെ ഗവൺമെന്റ് നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയ സമയത്ത് VD സതീശൻ എന്ന വ്യക്തി ക്യാമറയ്ക്ക് മുന്നിൽ ഉന്നയിച്ച അതേ ചോദ്യം ഇന്ന് ഈ പ്രളയ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കാൻ ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രളയവും മനുഷ്യനിർമ്മിതമാണോ സാർ?